സ്റ്റോറി ബോർഡ് എന്നാണ് പറയുന്നത്. ഇത് സ്റ്റോറി ബോർഡ്. സാധാരണ ഇത് എഡിറ്റ് ചെയ്യുന്നത് നമ്മൾ ടൈം ലൈനിലാണ്. ഹായ്, എല്ലാവർക്കും റോബിൻസൺ ടെക് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു പുതിയ സീരീസ് സ്റ്റാർട്ട് ചെയ്യാം. മൂവി സ്റ്റുഡിയോ ആണ്, വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ആണ്. അത് വേഗാസിൻ്റെ വേഗാസ് മൂവി സ്റ്റുഡിയോ. കുറച്ച് കാര്യങ്ങൾ അറിയാം. വേഗാസ് മൂവി സ്റ്റുഡിയോ ഒരു നോൺ ലീനിയർ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ആണ്. എന്താണ് നോൺ ലീനിയർ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ, ഇതിൽ എഡിറ്റ് ചെയ്യുമ്പോൾ ഒറിജിനൽ ഫയൽസിനൊന്നും സംഭവിക്കില്ല. അതിൻ്റെ ഓഡിയോയും വീഡിയോ ഒക്കെ അതുമാതിരി തന്നെ ഉണ്ടാവും. നമ്മൾ ഒറിജിനൽ ഫയലിലല്ല അത് എഡിറ്റിംഗ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അതിനെ നോൺ ലീനിയർ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞത്. അതായത് ഒറിജിനൽ ഫയലിന് നാശം സംഭവിക്കുന്നില്ല, നമുക്കത് എപ്പോൾ വേണമെങ്കിലും ഉപയോഗിക്കാം വേറെ. പിന്നെ ഈ സോഫ്റ്റ്വെയർ ആദ്യം സോണിയുടെ ആയിരുന്നു, സോണി കമ്പനി വാങ്ങിച്ചതായിരുന്നു. ഇപ്പോൾ അത് മാജിക്സ് കമ്പനി ഏറ്റെടുത്തു ഇത്. ഇപ്പോൾ മാജിക്സ് കമ്പനിയാണ് ഈ സോഫ്റ്റ്വെയർ ഓൺ ചെയ്യുന്നത്. വേഗാസ് മൂവി സ്റ്റുഡിയോ ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അവരുടെ സൈറ്റിൽ പോകണം. അത് vegascreationsoftware.com സൈറ്റിൽ പോവുക. അവിടെ പോയി കഴിഞ്ഞാൽ കാണിക്കും വേഗാസ് മൂവി സ്റ്റുഡിയോ ആൻഡ് വേഗാസ് പ്രോ. വേഗാസ് പ്രോ ആണ് ഇതിൻ്റെ പ്രൊഫഷണൽ വേർഷൻ. ഫുൾ ഫീച്ചേഴ്സും അഡ്വാൻസ്ഡ് ഇതുള്ള വേർഷനാണ് വേഗാസ് പ്രോ സോഫ്റ്റ്വെയർ. അതിൻ്റെ ലൈറ്റർ വേർഷനാണ് വേഗാസ് മൂവി സ്റ്റുഡിയോ. അപ്പോൾ നമ്മൾ വേഗാസ് മൂവി സ്റ്റുഡിയോയിലേക്ക് പോയി ക്ലിക്ക് ചെയ്താൽ നമുക്ക് പല ഓപ്ഷൻ കാണും. അതിൽ 3 തരം വേർഷനാണ് മൂവി സ്റ്റുഡിയോ വരുന്നത്. ഇപ്പോഴത്തെ മൂവി സ്റ്റുഡിയോ 16 ആണ്. അതിന് 3 വേർഷൻ ഉണ്ട്. അതായത് മൂവി സ്റ്റുഡിയോ പ്ലാറ്റിനം, മൂവി സ്റ്റുഡിയോ സ്യൂട്ട്. ഇപ്പോൾ നമ്മൾ മൂവി സ്റ്റുഡിയോ പ്ലാറ്റിനത്തിലാണ് പോകണത്. അതിൽ ഇപ്പോഴത്തെ റേറ്റ് എന്ന് വെച്ചാൽ $59.99 ആണ്. നമുക്കത് ഇപ്പോൾ ഡോളേഴ്സ് മാറ്റണമെന്നുണ്ടെങ്കിൽ ടോപ്പിൽ പോയിട്ട് ഈ ചൂസ് യുവർ കൺട്രി സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഇന്ത്യയിലേക്ക് നമ്മുടെ ഇന്ത്യ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിൻ്റെ റേറ്റ് കാണും, കണ്ടോ. വേഗാസ് പ്രോ ഫ്രം 15,599. വേഗാസ് മൂവി സ്റ്റുഡിയോ പ്ലാറ്റിനം വേർഷൻ 3899. മൂവി സ്റ്റുഡിയോ വേർഷന് 3599. ഏറ്റവും അഡ്വാൻസ്ഡ് 7499. നമ്മൾ മൂവി സ്റ്റുഡിയോ പ്ലാറ്റിനം ആണോ യൂസ് ചെയ്യുക, അതിൻ്റെ ഫ്രീ ട്രയൽ ഇപ്പോൾ യൂസ് ചെയ്യാം. അപ്പോൾ ഡൗൺലോഡ് ചെയ്യുക. ഞാനിത് ഓൾറെഡി അതിൻ്റെ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡൗൺലോഡൊക്കെ ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്തതാണ്. അപ്പോൾ നമുക്ക് സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ഇത് കാണിക്കുക. അതനുസരിച്ച് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ഇൻസ്റ്റാൾ ചെയ്യാം. ഓക്കെ. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മൾ കാണുക ഇങ്ങനത്തെ ഒരു വെൽക്കം സ്ക്രീൻ കാണും. വെൽക്കം സ്ക്രീൻ അതിൻ്റെ ലെഫ്റ്റ് സൈഡ് നോക്കിക്കഴിഞ്ഞാൽ മുമ്പ് ചെയ്തിട്ടുള്ള പ്രോജക്ട്സുകൾ നമുക്ക് കാണാൻ പറ്റും. മുമ്പ് ചെയ്തിട്ടുള്ളത് നമുക്കത് ഓപ്പൺ ചെയ്ത് നമ്മൾ വീണ്ടും എഡിറ്റിംഗ് കണ്ടിന്യൂ ചെയ്യാം. മോഡിഫിക്കേഷൻ വരുത്തുകയൊക്കെ ചെയ്യാം. ഇതിൻ്റെ റൈറ്റ് സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ പുതിയ മൂവി ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ താഴെ 2 ഓപ്ഷൻ കാണാൻ പറ്റും. ഇവിടെ നമുക്ക് വൈറ്റ് സ്ക്രീന്, പിന്നെ ഇവിടുത്തെ അത് ടോൾ സ്ക്രീൻ. വൈറ്റ് സ്ക്രീനിലാണ് സാധാരണ TV, അതുമാതിരി കമ്പ്യൂട്ടർ, യൂട്യൂബ് അങ്ങനത്തെ ഒക്കെ ഉള്ള ഇതിന് വേണ്ടിയിട്ടുള്ള സ്ക്രീൻ വീഡിയോ സ്റ്റൈല്. റൈറ്റ് സൈഡിലുള്ള ടോൾ ഫോർമാറ്റാണ്. അത് നമ്മൾ സാധാരണ ഫോണുകൾക്ക് വേണ്ടി മാത്രം, അല്ല ടാബ്ലറ്റ്സിനൊക്കെ വേണ്ടി മാത്രമാണ് യൂസ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ താഴെ വന്നു കഴിഞ്ഞാൽ ഇത് എഡിറ്റ് ചെയ്യാൻ, അത് വീഡിയോ ക്രിയേഷനും ഇതിനൊക്കെ ചെയ്യാൻ 2 തരം മോഡുണ്ട്. ഏതൊക്കെയാണ്? ഒന്ന് ഈസി ക്രിയേഷൻ മോഡും 2 അഡ്വാൻസ്ഡ് ക്രിയേഷൻ മോഡും. ഈ അഡ്വാൻസ് ക്രിയേഷൻ മോഡിലാണ് പവർ യൂസർ മോഡ്. ഈ മോഡാണ് നമ്മൾ സാധാരണ എല്ലാവരും യൂസ് ചെയ്യുക, കാരണം അതിനകത്താണ് എല്ലാ ഫീച്ചേഴ്സും ഉള്ളത്. ഈസി ക്രിയേഷനിൽ 2 എണ്ണം ഉണ്ട്, ഗൈഡഡ് വീഡിയോ എഡിറ്റർ ആൻഡ് ഈസി എഡിറ്റർ മോഡ്സ്. ഈ ആപ്ലിക്കേഷൻ ഇതിൻ്റെ ഒരു ഫീച്ചറാണ് അവർ തന്നേക്കണത്. ഗൈഡഡ് മോഡ് ഉണ്ട്. അതായത് ആദ്യം കാണുന്നത്, അതായത് നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഓരോന്ന് പറയും. ഉദാഹരണത്തിന് മീഡിയ ആഡ് ചെയ്യുക, അതായത് ഫയൽസ് ആഡ് ചെയ്യുക, അതിനുശേഷം അതിൽ ടെക്സ്റ്റ് ടൈറ്റിലൊക്കെ കൊടുക്കുക, അതിൻ്റെ ഗ്രാഫിക് എലമെൻറ്റ്സ് എന്തെങ്കിലും ഉണ്ട് അത് ആഡ് ചെയ്യുക, അതിന് ട്രാൻസിഷൻ ആഡ് ചെയ്യുക, അതിനകത്ത് വീഡിയോ എഫക്ട്സുകൾ നമുക്ക് ആഡ് ചെയ്യാം, അതിനുശേഷം മൂവിയും ഇത് ചെയ്യും. അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മളെ ഈ സോഫ്റ്റ്വെയർ ഗൈഡ് ചെയ്യും. അത് തീരെ ബേസിക് ആയിട്ടുള്ള സംഗതിയാണ്. അടുത്ത ഓപ്ഷനാണ് ഈസി എഡിറ്റിംഗ് മോഡ്. അത് വളരെ സിമ്പിളായിട്ട് എഡിറ്റ് ചെയ്യാവുന്ന മോഡാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഈസി എഡിറ്റിംഗ് മോഡിലേക്ക് പോകാം. അതിനുശേഷം നമുക്ക് പവർ യൂസർ മോഡ്, നമ്മൾ ബാക്കി ഇനിയുള്ളതെല്ലാം പവർ യൂസർ മോഡിലാണ് ചെയ്യുക. പക്ഷേ ഇപ്പോൾ ഈസി എഡിറ്റിംഗ് മോഡ് അറിയാൻ വേണ്ടി ചെയ്യാം.
ഇപ്പോൾ ഇതിൻ്റെ താഴെ നോക്കിയാൽ കാണാൻ പറ്റും, കണ്ടോ, ഓപ്പൺ എക്സിസ്റ്റിംഗ് പ്രോജക്റ്റ് ഇവിടെയുണ്ട്. അത് ഈ കാണുന്നതല്ലാത്തുള്ള 6 റീസെൻറ്റ് പ്രോജക്ട്സ് അല്ലാത്തത് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഓപ്ഷൻ. അപ്പോൾ നമുക്ക് വൈറ്റ് സ്ക്രീൻ മോഡിൽ തന്നെ പോവാം. ഈസി എഡിറ്റ് മോഡിലേക്ക് പോയി. ഈസി എഡിറ്റ് മോഡിൽ വരുമ്പോൾ ആദ്യമേ തന്നെ നമുക്ക് സോഴ്സ് ഫയൽ സെലക്ട് ചെയ്യാൻ പറയും, നമ്മളോട് കാണിക്കും. അപ്പോൾ നമ്മളിപ്പോൾ സോഴ്സ് ഫയൽ സെലക്ട് ചെയ്യാം. ഉദാഹരണത്തിന് സോഴ്സ് ഫയൽ സെലക്ട് ചെയ്യാൻ പോണത് ഞാനത് ഈ ഫയലും 2 ഫയൽ സെലക്ട് ചെയ്തു, ഓപ്പൺ ചെയ്യാം. അപ്പോൾ ചോദിക്കും, ഡു യു വോണ്ട് ടു സെറ്റ് യുവർ പ്രോജക്റ്റ് വീഡിയോ സെറ്റിംഗ് ടു മാച്ച് ദിസ് മീഡിയ? യെസ് കൊടുക്കാം. യെസ് കൊടുത്തു. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഈ 2 വീഡിയോ ഫയൽസും ഇവിടെ വരും. ഇതാണ് സ്റ്റോറി ബോർഡ് എന്ന് പറയുന്നത്. ഇത് സ്റ്റോറി ബോർഡ്. സാധാരണ ഇത് എഡിറ്റ് ചെയ്യുന്നത് നമ്മൾ ടൈം ലൈനിലാണ്. ഇത് സ്റ്റോറി മോഡാണ്. ഇത് വളരെ ഈസിയാണ്. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും റീഅറേഞ്ച് ചെയ്യാം. അതിനൊക്കെ ചെയ്യാൻ എളുപ്പമാണ്. പിന്നെ ഇതൊരു കാര്യം നോക്കിക്കഴിഞ്ഞാൽ ഇതിന് നമ്മുടെ ഈ മൗസിൻ്റെ കർസർ ഇതിൻ്റെ മുകളിൽ കൂടെ വെച്ച് കഴിഞ്ഞാൽ കണ്ടോ, നമുക്ക് ഈ വീഡിയോൻ്റെ പ്രിവ്യൂ കാണാം. ഇതിൻ്റെ മുകളിൽ വെറുതെ ഇങ്ങനെ ഡ്രാഗ് ചെയ്താൽ മതി. ഒന്നും ചെയ്യണ്ട, പ്രസ്സൊന്നും ചെയ്യണം, മൗസ് ബട്ടൺ പ്രസ് ചെയ്യേണ്ട. അല്ലാണ്ട് തന്നെ വെറുതെ ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് പ്രിവ്യൂ ആയിട്ട് കാണാൻ പറ്റും. ഇതൊരു നല്ല ഫീച്ചറാണ്. ഓക്കെ, ഇനി അടുത്ത നമ്മളിത് എന്താ ചെയ്യാമെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ മീഡിയ ആഡ് ചെയ്തു. അടുത്ത നമുക്ക് എന്താണ്, ആഡ് ടെക്സ്റ്റ് ആൻഡ് ടൈറ്റിൽ. ഇപ്പോൾ ആഡ് ടെക്സ്റ്റ് ആൻഡ് ടൈറ്റിൽ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ തന്നെ ഇതിൻ്റെ മോഡ് എന്തായി മാറുമെന്ന് വെച്ചാൽ, ശരിക്കും പറഞ്ഞാൽ അഡ്വാൻസ് ടൈം ലൈൻ മോഡിലേക്ക് വന്നു. കണ്ടോ, താഴെ നോക്കി, ഇത് കണ്ടോ, ടൈം ലൈൻ മോഡിലേക്ക് വന്നു. ടൈം ലൈൻ മോഡ്. ഓക്കെ, അപ്പോൾ ഇത് ജസ്റ്റ് ഇതൊന്ന് പരിചയപ്പെടാം. ഈ കാണുന്ന ലെഫ്റ്റ് സൈഡിലാണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മോഡ്. അതിൻ്റെ ഡാഷ്ബോർഡ് എന്നാണ് പറയുക. നമുക്ക് എപ്പോൾ വേണമെങ്കിൽ അത് ക്ലോസ് ചെയ്യാം. ഡാഷ്ബോർഡ്. ഇതിനകത്തൊരു ഒരു ബട്ടണുണ്ട്, പവർ യൂസർ മോഡ്. അതായത് ഏത് സമയത്ത് വേണമെങ്കിൽ നമുക്ക് പവർ യൂസർ, ഈസി മോഡിലാണെങ്കിൽ ഏത് സമയത്ത് വേണമെങ്കിൽ നമുക്ക് പവർ യൂസർ മോഡിലേക്ക് പോകാം. അങ്ങനെ ലെഫ്റ്റ് ഇതിലാണ് ട്രാക്ക് ലിസ്റ്റ്. നമുക്ക് കാണാം, ടെക്സ്റ്റ് ഉണ്ടാവും, പിക്ചർ ഇൻ പിക്ചർ, വീഡിയോ, ഓഡിയോ, പിന്നെ താഴത്തോട്ട് റൈറ്റ് സൈഡിൽ താഴത്തോട്ട് വന്ന മ്യൂസിക്, ഇത്രയുണ്ട്. പിന്നെ നമുക്ക് എത്ര വേണമെങ്കിലും ആഡ് ചെയ്യാം. ഓൺ ദ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് ടൈം ലൈൻ മോഡ്. പിന്നെ ഇവിടെ മീഡിയ ജനറേറ്ററിൻ്റെ ഒരു വിൻഡോ ഉണ്ട്. ഇവിടെ നമ്മൾ ടെക്സ്റ്റ് സെലക്ട് ചെയ്തുകൊണ്ട് ടെക്സ്റ്റിൻ്റെ ഒരു വിൻഡോ വന്നു. അതിനകത്ത് നമുക്ക് സാമ്പിൾ ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യാം. അതനുസരിച്ച് അതിൻ്റെ ഫോണ്ട് ചേഞ്ചിങ് ഒക്കെ ചെയ്യാം. ഓരോ സംഗതികൾ അതിൻ്റെ താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ ആനിമേഷൻ കൊടുക്കാം. അതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പോകുന്നതായിരിക്കും. പിന്നീട് അടുത്ത വേറെ വീഡിയോയിൽ ചെയ്യും, ഓരോന്നായിട്ട്. അതേപോലെ വീഡിയോ പ്രിവ്യൂ മോഡാണ്. പിന്നെ ഈ കാണുന്നതാണ് റൂളർ എന്ന് പറയും. റൂളർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇത് ബൈ ഡിഫോൾട്ട് എന്താ സെലക്ട് ചെയ്തേക്കുന്നത്, ടൈമാണ്. പല ഓപ്ഷനുകളുണ്ട്. സെക്കൻഡ്സ് ആയിട്ട് കാണാം, ടൈം ആൻഡ് ഫ്രെയിം കാണാം, അബ്സല്യൂട്ട് ഫ്രെയിംസ്, അങ്ങനെ പല ഓപ്ഷനുകളുണ്ട്. നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത് ടൈം മോഡാണ്. ഇത് ടൈം ലൈൻ എന്ന് പറയും. ഓക്കെ, താഴെ നമുക്കൊന്ന് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ സ്ക്രബ് കൺട്രോൾ, അതായത് ഇതിൻ്റെ സ്പീഡ് നമ്മളിപ്പോൾ പ്ലേ ചെയ്യുകയാണെങ്കിലും ഫാസ്റ്റ് ഫോർവേഡും അതുമാതിരി ഫാസ്റ്റ് റിവേഴ്സൊക്കെ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഓപ്ഷനാണ് ഈ കാണുന്ന കൺട്രോൾ റേറ്റ് ഇത് കൊടുത്തിരിക്കുന്നത് സ്ക്രബ് കൺട്രോൾ. ഇത് നമ്മളെ ട്രാൻസ്പോർട്ട് ആൻഡ് എഡിറ്റിംഗ് ടൂൾ ബാറാണ്. ഇതിനകത്ത് കുറേ ഓപ്ഷൻ പ്ലേ ഉണ്ട്, പ്ലേ ഫ്രം സ്റ്റാർട്ട്, പോസ്, സ്റ്റോപ്പ്, ഗോ ടു സ്റ്റാർട്ട്, ഗോ ടു എൻഡ്, പിന്നെ പ്രീവിയസ് ഫ്രെയിം, നെക്സ്റ്റ് ഫ്രെയിം, അങ്ങനെ കുറേ ഓപ്ഷനുകളുണ്ട്. ഇതൊക്കെ നമ്മൾ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പലതും ഉപയോഗിക്കും നമ്മൾ. ഓക്കെ, അപ്പോൾ നമ്മൾ ടെക്സ്റ്റ് ആഡ് ചെയ്യുക. അപ്പോൾ ടെക്സ്റ്റ് ആഡ് ചെയ്യാൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ മുകളിൽ പോവുക. ഓൾറെഡി ടെക്സ്റ്റ് ഉണ്ട്, ഇവിടെ വരും. കർസർ അവിടെയാണ് കർസർ. നമുക്കിത് ഇങ്ങോട്ട് ഡ്രാഗ് ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് വയ്ക്കാം. കണ്ടോ, അപ്പോൾ സാമ്പിൾ ടെക്സ്റ്റ് ഇവിടെ നോക്കിയാൽ വരും. അപ്പോൾ നമുക്കിവിടെ ടെക്സ്റ്റ് നമുക്ക് എഡിറ്റ് ചെയ്യാം. നമുക്ക് ടെക്സ്റ്റ് എന്തെങ്കിലും ഗോൾഡ് ഫിഷ് ഹൈലൈറ്റ് ചെയ്യുക. അതിൻ്റെ ഫോണ്ട് വർധാന, നമുക്ക് ഇഷ്ടമുള്ള ഫോണ്ടുകൾ ഇതിൽ നിന്ന് സെലക്ട് ചെയ്യാം. അതിൻ്റെ ബോൾഡാക്കാം, ഇറ്റാലിക് ഇല്ല. പിന്നെ ടെക്സ്റ്റ് കളർ നമുക്ക് ചേഞ്ച് ചെയ്യാം. എങ്ങനെ എന്ത് വേണം ചെയ്യാം. അപ്പോൾ ടെക്സ്റ്റ് കളർ ഉദാഹരണം സെലക്ട് ചെയ്തു.
പിന്നെ ഇതിനകത്ത് അടുത്ത ഓപ്ഷൻ എന്താണെന്ന് വെച്ചാൽ ആനിമേഷനാണ്. ഇപ്പോൾ ആനിമേഷൻ സെലക്ട് ചെയ്ത പല ഓപ്ഷനുകളുണ്ട് ഇതിനകത്ത്, എങ്ങനെയൊക്കെ ഇത് വരുന്നത് അത് നമ്മൾ പിന്നീട് കാണാം. പിന്നെ ഇതിൻ്റെ സ്കെയിൽ കണ്ടോ, ഇത്ര വലുതാക്കി ഗോൾഡ് ഫിഷ് ഇങ്ങനെ കാണിക്കണം. അടുത്തതിൻ്റെ ലൊക്കേഷനാണ്, ഈ ഇതെവിടെ കാണുന്നത്. ഇപ്പോൾ ഇവിടെ നമ്മൾ ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മൂവ് ചെയ്യാം എങ്ങോട്ട് വേണമെങ്കിലും. ഓക്കെ, ഇതാണ് ഇതിൻ്റെ എഡിറ്റ്. അപ്പോൾ നമ്മൾ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞു. ജസ്റ്റ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ ഇവിടുന്ന് നമ്മൾ സ്ക്രബ് ചെയ്ത് കഴിഞ്ഞത് ഗോൾഡ് ഫിഷ് വന്നു. ഇതിൻ്റെ ഡ്യൂറേഷൻ വേണമെങ്കിൽ നമുക്ക് ഇവിടെ ഇങ്ങനെ ക്ലിക്ക് ചെയ്തിട്ട് ഈ അറ്റത്ത് ക്ലിക്ക് ചെയ്ത് ഇങ്ങനെ ഡ്രാഗ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് എത്ര നേരം ഈ വീഡിയോ ഇതാക്കണം. ഇപ്പോൾ പ്ലേ ചെയ്ത് നോക്കിയാൽ ഉണ്ടോ. ഓക്കെ, നമ്മൾ ടൈറ്റിൽ ആഡ് ചെയ്തു. ഇനി അടുത്ത വീഡിയോ എലമെൻറ്റ്സ് മാതിരി ഗ്രാഫിക് എലമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇതാണ് ഗ്രാഫിക് എലമെൻറ്റ്സ്. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ചെയ്യാം. ഇവിടെ ഉണ്ട് ടെക്സ്റ്റ് ആൻഡ് ടൈറ്റിൽ ആൻഡ് ടെക്സ്റ്റ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഇവിടെ. അതിനുശേഷം നമ്മൾ വീഡിയോ ട്രാൻസിഷൻ, രണ്ട് വീഡിയോകൾ തമ്മിലുള്ള ട്രാൻസിഷൻ, നമുക്ക് ഇഷ്ടം പോലെ കുറേ ട്രാൻസിഷനുകൾ മൂവി സ്റ്റുഡിയോയിലുണ്ട് പ്ലാറ്റിനം വേർഷനിൽ. നമുക്ക് ഏതെങ്കിലും ഒരു ആദ്യത്തന്നെ എടുക്കാം. എന്നിട്ട് നമ്മളിങ്ങനെ ക്ലിക്ക് ചെയ്തിട്ട് ഇത് ഡ്രാഗ് ചെയ്യാം. പക്ഷേ അതിന് മുമ്പ് ചെയ്യേണ്ട നല്ല ഇതെന്താണെന്ന് വെച്ചാൽ ഇതിന് ഓവർലാപ്പ് ചെയ്യണം. അതായത് ഈ സെക്കൻഡ് വീഡിയോന് ജസ്റ്റ് ഒന്ന് കുറച്ച് ഇതിലേക്ക് ആക്കുക. അത്ര ഇത് കണ്ടോ, ഇത് ഓവർലാപ്പ് ചെയ്യുമ്പോൾ ഇപ്പോൾ ഇത് കാണിക്കണം 3.337 സെക്കൻഡ്സ് ആണ്. അപ്പോൾ ഇത് ബൈ ഡിഫോൾട്ട് ഓവർലാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, ക്രോസ് ഫെയ്ഡ് ആണ്. അപ്പോൾ സെക്കൻഡ് ചൂസ് ചെയ്തിട്ട് ഇതിന് ഈ ഓവർലാപ്പ് ചെയ്ത സ്ഥലത്തേക്ക് റിലീസ് ചെയ്യുക. ഓട്ടോമാറ്റിക് അത് ആ ഫീച്ചറാവും. ഇപ്പോൾ ഉദാഹരണത്തിന് പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടോ, ഇങ്ങനെയാണ് ഇത് വരിക. അപ്പോൾ നമ്മൾ ട്രാൻസിഷൻ ആഡ് ചെയ്തു. ഇനി അത് കഴിഞ്ഞിട്ട് വീഡിയോ എഫക്ട്സ് ഉണ്ട്. അത് കുറേ അതായത് കളറും ഫീച്ചേഴ്സ് നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നില്ല. അതിനുശേഷം നമ്മൾ ലാസ്റ്റ് ഓപ്ഷനാണ് മേക്ക് മൂവി. മേക്ക് മൂവിയിൽ പോയി കഴിഞ്ഞാൽ ഇത് പറയും എന്തൊക്കെ നമുക്ക് ഡയറക്റ്റ് നമുക്ക് എന്താ വിമിയോയിലേക്ക് അപ്ലോഡ് ചെയ്യാം, യൂട്യൂബിലേക്ക് അപ്ലോഡ് ചെയ്യാം, ഫേസ്ബുക്കിലേക്ക് അപ്ലോഡ് ചെയ്യാം, DVD ബ്ലൂറേ ഡിസ്കായിട്ട് ബേൺ ചെയ്യാം, സേവ് ടു മൈ ക്യാമറ ഓർ പോർട്ടബിൾ ഡിവൈസ്, നമ്മുടെ വീഡിയോ ക്യാമറ ഉണ്ടെങ്കിൽ അതിലേക്ക് ഡയറക്റ്റ് ചെയ്യാം, അല്ല വേറെ പോർട്ടബിൾ ഡിവൈസ് ഉണ്ടെങ്കിൽ അതിലേക്ക് ചെയ്യാം, അല്ലെങ്കിൽ സേവ് ടു മൈ ഹാർഡ് ഡ്രൈവ്. അപ്പോൾ സേവ് ടു മൈ ഹാർഡ് ഡ്രൈവ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓട്ടോമാറ്റിക് നമുക്ക് ഒരു മൂവിക്ക് നെയിം ചോദിക്കും. കാരണം നമ്മൾ ഇതുവരെ ഈ ക്രിയേറ്റ് ചെയ്ത ഫയൽ ഇത് പ്രോജക്റ്റ് സേവ് ചെയ്യാത്തതുകൊണ്ട്. ഉദാഹരണത്തിന് ഗോൾഡ് ഫിഷ്. ഇനി ഏത് ഫോർമാറ്റിൽ വേണം നിങ്ങൾക്ക് മൂവി, MOV ഫോർമാറ്റ്, ക്വിക്ക് ടൈം ഇതിലാണ്, MPEG 2, MPEG 4 അങ്ങനെ ഉണ്ട്. നമ്മൾ MPEG 4 സെലക്ട് ചെയ്തു. അപ്പോൾ അതിൻ്റെ റെസൊല്യൂഷനൊക്കെ പറയും 1280x720 ആണ്. അത് എന്തുകൊണ്ടാണ് 1280x720 എന്ന് വെച്ചാൽ നമ്മളുടെ സോഴ്സ് ഫയൽസ് ഉണ്ടല്ലോ, വീഡിയോസ്, ഈ ഗോൾഡ് ഫിഷിൻ്റെ വീഡിയോസിൻ്റെ അതിൻ്റെ റെസൊല്യൂഷനാണ് 1280. അതുകൊണ്ടാണ് നമ്മൾ ആദ്യമേ തുടക്കത്തിൽ തന്നെ ചോദിച്ചത്, നിങ്ങളിത് ഇതിൻ്റെ പ്രോജക്റ്റിൻ്റെ റെസൊല്യൂഷൻ ചേഞ്ച് ചെയ്യണമെന്ന് ചോദിച്ചത്. അപ്പോൾ നമുക്ക് ഇപ്പോൾ തന്നെ കാണാൻ പറ്റും എത്രയാണ് നമ്മുടെ ഫയൽ സൈസ് 19. എത്ര സമയം എടുക്കും, 8 മിനിറ്റ്. ഇവിടെ അഡ്വാൻസ്ഡ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫുൾ ഫീച്ചേഴ്സ് ഉണ്ട്. ഇതല്ലാണ്ട് പല വേർഷനിൽ ഏതൊക്കെ ഫോർമാറ്റിലേക്ക് നമുക്ക് അതുമാതിരി ബിൽറ്റ് ഇൻ ടെംപ്ലേറ്റ്സ് ഒക്കെ ഉണ്ട് ഓരോന്നിനും. അപ്പോൾ ഒന്നും കൂടി അവിടേക്കാണ് ഇവിടെ മേക്ക് മൂവി, സേവ് ടു മൈ ഹാർഡ് ഡ്രൈവ്. ഇനി ഏത് ലൊക്കേഷനിലേക്കാണ് ഇത് സേവ് ചെയ്യണമെന്ന് കൊടുത്തു കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ആഴ്ച ഇത് എഡിറ്റ് ചെയ്യാൻ തുടങ്ങും. അതിന് മുമ്പ് ഞാൻ ഒന്നും കൂടി ചെയ്യട്ടെ, ഗോൾഡ് ഫിഷ് ടു നെക്സ്റ്റ്. ഇപ്പോൾ റെൻഡറിങ് സ്റ്റാർട്ട് ചെയ്തു. ഇതിപ്പോൾ ചെറിയ വീഡിയോ കൊണ്ട് പെട്ടെന്ന് റെൻഡറിങ് നടക്കും. അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൻ്റെ സ്പീഡ് അനുസരിച്ച്, പ്രോസസ്സറിൻ്റെയും ഗ്രാഫിക് കാർഡിൻ്റെ സ്പീഡ് അനുസരിച്ചാണ് റെൻഡറിങ് സ്പീഡ് ഇതാവുക. ഇത് വളരെ ചെറിയ മൂവി ആയതുകൊണ്ടാണ് പെട്ടെന്ന് കഴിഞ്ഞു. അതപ്പോൾ കണ്ട മേക്ക് മൂവി കഴിഞ്ഞു, പ്രോസസ്സിങ് കംപ്ലീറ്റ് ചെയ്തു. ഈ ലൊക്കേഷൻ ഉണ്ട്, പ്ലേ ഫയൽ അല്ലെങ്കിൽ എക്സ്പ്ലോർ ഫോർ ഫിനിഷ്. നമുക്ക് പ്ലേ ഫയൽ ചെയ്യാം. അതുകൊണ്ട് മൂവി വന്നു, ഗോൾഡ് ഫിഷ് ടൈറ്റിൽ വന്നു, കണ്ട ട്രാൻസിഷൻ വന്നു, ഇത് കഴിഞ്ഞു. ഇത്രേ ഉള്ളൂ, ചെറിയൊരു ഇതാണ്. അപ്പം ഇങ്ങനെയാണ് വെരി ബേസിക് ആയിട്ട് എഡിറ്റ് ചെയ്യുക. അപ്പോൾ ഇതാണ് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ മൂവി സ്റ്റുഡിയോയുടെ. ഇനി നമ്മൾക്കിതിൻ്റെ അടുത്ത വീഡിയോയിൽ നമ്മളിതിൻ്റെ അടുത്ത ഫീച്ചേഴ്സും ഇതിൻ്റെ
അഡ്വാൻസ്ഡ് മോഡിലേക്കും പോകുന്നതായിരിക്കും. അപ്പോൾ താങ്ക് യു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം.